ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിഗ് ബോസ് സീസൺ 7 മലയാളം ഡേ 36ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടത് ഒരു പാത്രം കഴുകലിൻ്റെ ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ കിച്ചൺ ടീം പറയുന്നുണ്ട്, എന്താ പറയുക, ക്ലീനിങ് വെസൽ ടീം നേരെ ക്ലിയർ ആയിട്ട് പാത്രം കഴുകുന്നില്ല. കാരണം ഒരു ദിവസം 2 ദിവസം മുമ്പ് വരെയുള്ള പാത്രങ്ങൾ അവിടെ കിടക്കുകയാണ്, നേരെ ക്ലീൻ ചെയ്യാണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അന്ന് നാളത്തെ പാത്രം നമ്മൾ കഴുകും. ഇപ്പം അത്രയും എന്തെങ്കിലും ഒരു ഇതാണെങ്കിൽ മാത്രമേ നമ്മൾ ഒരു ദിവസം മുമ്പിലുള്ള പാത്രം അവിടെ ജസ്റ്റ് രാത്രി ഇട്ടിട്ട് പിറ്റേ ദിവസം കഴുകുള്ളൂ. പക്ഷെ അത് മോസ്റ്റ്ലി അങ്ങനെ എല്ലാവരും ചെയ്യില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വന്തം വീട് പോലെ അവരെ പല ആൾക്കാരും അത് കരുതുന്നില്ല നമ്മുടെ വീടാണെന്നുള്ളത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അങ്ങനെ ഒരു പേഴ്സണലി എന്താ പറയുക, നമ്മുടെ വീടാണെന്ന് തോന്നുകയാണെങ്കിൽ ആരും അങ്ങനെ ഒന്നും ചെയ്യില്ല. ആ ഒരു എന്താ പറയുക, ക്ലിയർ ആയിട്ട് ആ ഒരു പാത്രം കഴുകുക ചെയ്യുള്ളൂ. കാരണം വെസൽ ടീമുകാർ കഴുകി കഴിഞ്ഞാലേ കുക്കിംഗ് ടീമുകാർക്ക് ആ പാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു മെയിൻ ഒരു എന്താ പറയുക തെറ്റാണ്. അത് മാത്രമല്ല, പല ആൾക്കാരും ആ വീട്ടിൽ ഈവൻ കഴിച്ച പ്ലേറ്റും കപ്പും പോലും കഴുകാത്ത ആൾക്കാരുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ബേസിക് ഹാബിറ്റാണ്. നമ്മൾ കഴിച്ച പ്ലേറ്റ് ആണെങ്കിലും കപ്പാണെങ്കിലും നമ്മൾ തന്നെ കഴുകി വയ്ക്കണം. അതൊരു എസ് ടീം അങ്ങനെ വേറൊരു ടീം കയറി കഴുകും പറഞ്ഞിട്ട് അവിടെ ഇടുന്നത് എനിക്ക് തോന്നുന്നു അത്ര നല്ല ഒരു ഹാബിറ്റായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ ബിഗ് ബോസിൽ തന്നെ ഇതിന് മുമ്പുള്ള 6 സീസണിലും അങ്ങനെയുള്ളൊരു ഇഷ്യൂ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എന്താ പറയുക, അത് ഇനി വരുന്ന ക്യാപ്റ്റൻ എങ്കിലും അത് ഒന്ന് അങ്ങനെ റൂള് കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കണം എന്നാണ് എൻ്റെ പേഴ്സണലിയുള്ള ഒപ്പീനിയൻ. പിന്നെ നമ്മൾ മെയിനായിട്ട് കണ്ടത് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. അത് ഈ പറഞ്ഞ പോലെ അഭിലാഷും ജിസയിലും പിന്നെ ഒനിയിലുമായിരുന്നു. ഈ ജിസയിലാണെങ്കിലും അഭിലാഷാണെങ്കിലും ഇതിനു മുമ്പ് പലതവണ ക്യാപ്റ്റൻസി ടാസ്ക് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ എന്താണെങ്കിലും അഭിലാഷ് ജയിക്കാൻ പറ്റി. 2 സെക്കൻഡ്സ് 2 സെക്കൻഡിൻ്റെ മറ്റൊരു വ്യത്യാസത്തിലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അഭിലാഷ് നന്നായിട്ട് ചെയ്യും എന്ന് ഞാൻ പേഴ്സണലി ഫീൽ ചെയ്യുന്നു. കാരണം എനിക്കറിയില്ല, കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ നിവിൻ അതേപോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ നിവിൻ പല ആൾക്കാരുടെയും ഫേവറിസം, അതേപോലെ ഒരു ഉത്തരവാദിത്തമില്ലായ്മ, അങ്ങനെ പലതും നമ്മൾ കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ അഭിലാഷ് എങ്ങനെയാണ് ക്യാപ്റ്റൻസി കൊണ്ടുപോകാമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നല്ലതാവട്ടെ എന്ന് ഞാൻ പേഴ്സണലി എന്താ പറയുക എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതായിരുന്നത്. ബാക്കി രണ്ടുപേരും നന്നായിട്ട് തന്നെ കളിച്ചു, ജിസയിലാണെങ്കിലും ഒനിയിലാണെങ്കിലും. പിന്നെ നമ്മൾ വേറൊന്ന് കണ്ടത്, നമ്മൾ ഇവരുടെ ടീം ഡിവൈഡിൻ്റെ ഒരു സമയത്തുള്ളൊരു ഇഷ്യൂ ആയിരുന്നു. കിച്ചൺ ടീമിൽ പോകാൻ പറ്റില്ല, അല്ല ചില ആൾക്കാർക്ക് സ്ഥിരം വെസൽ ടീമാണ്, അവിടുന്ന് മാറണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഷഫിൾ ചെയ്ത് അങ്ങനെ വെച്ചാൽ മതി. കാരണം ഇപ്പം നമ്മൾ പല എപ്പിസോഡിലും കണ്ടിട്ടുണ്ട്. ഇപ്പം അനുമോള് തന്നെ 2-3 ആഴ്ച എനിക്ക് തോന്നുന്നു കുക്കിംഗ് ടീമിൽ കണ്ടിന്യൂസ് ആയിട്ടിരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ ഒനിയിൽ 1-2 തവണ കുക്കിംഗ് ടീമിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഇവരെല്ലാം മറ്റുള്ള ടീമിലോട്ട് ഇടുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇഷ്യൂ വരില്ല. ഷഫിൾ ചെയ്ത് ഇട്ടാലും മതി. പിന്നെ ഇപ്പോൾ 4-5 വൈൽഡ് കാർഡ്സ് വന്നിട്ടുണ്ട്. അവരെന്താണെങ്കിലും ഒരാഴ്ച ഇവിടെ നിന്നിട്ടുള്ളൂ. അവർ ഒരു ടീമിലും ഒരൊറ്റ ടീമിലായിരിക്കും അവരുണ്ടാവുക. അപ്പോൾ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ച് ഇടുകയാണ് ഒക്കെയാണെങ്കിൽ ചെറിയൊരു ഇഷ്യൂ ഒക്കെ അവിടെ സോൾവ് ആവും. അതൊക്കെ ആവശ്യമില്ലാത്തൊരു ഇഷ്യൂ ആയി പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം വെറുതെ ഇങ്ങനെ എനിക്ക് ആ ടീം വേണം ഈ ടീം വേണം ചോദിച്ചു വാങ്ങേണ്ട ഇതാണ് ആ ടീംമേറ്റ്സ് കാണിക്കുന്നത്. കാരണം അവർ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്യണം. അങ്ങനെ ഒരു റൂൾ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്കത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇത് അവർ ഡിമാൻഡ് ചെയ്യാണ്, എനിക്ക് ഇത് വേണം അത് വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ടീമിൽ ആൾക്കാർ കുറവാകും. അപ്പോൾ അത് ഒബ്വിയസ്ലി അങ്ങനെയായിരിക്കും. അപ്പോൾ അതെല്ലാം എന്താ പറയുക, ആവശ്യമില്ലാത്ത ഒരു ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി. പിന്നെ നമ്മൾ മെയിൻ കണ്ടത് നോമിനേഷൻ ആയിരുന്നു. നോമിനേഷനിൽ ഈ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒനിയിലില്ല, ജിസയിലില്ല, പിന്നെ വേറെ 1-2 പേര് ഇല്ല. ഇപ്പം നൂറിയില്ല, പിന്നെ ജിഷിനില്ല. അങ്ങനെ ഒരു 3-4 പേരില്ലാത്തുള്ളൂ. ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ട്. അപ്പോൾ അതേപോലെ ഷാനവാസില്ല. അപ്പോൾ എനിക്കൊന്നൊരു ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ട്. മെയിനായിട്ട് വോട്ട് കൂടുതൽ കിട്ടിയത് ആതിരയ്ക്കാണ്. അത് ഈ പറഞ്ഞ പോലെ ആതിര തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടാവും ആതിരയ്ക്ക് ഇത്രയും വോട്ട് കിട്ടിയത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് അനുമോൾക്കായിരിക്കും വോട്ട് കൂടുതൽ കിട്ടുക. കാരണം കഴിഞ്ഞ ആഴ്ച ജിസൈലിൻ്റെയും ആര്യൻ്റെ ഇഷ്യൂ കാരണം. പക്ഷേ ആതിരയ്ക്കാണ് ഇത്തവണ കൂടുതൽ കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മേ ബി നൂറേനെ വോട്ട് ചെയ്യാൻ പറ്റാത്തത് കാരണം ഇതേപോലെ നൂറിയും ആതിരയുടെയും ആ ഒരു ഇതിനകത്ത് ആതിരയ്ക്ക് ആൾക്കാർ വോട്ട് ചെയ്തതായിരിക്കാം. എന്താണെങ്കിലും
ഇങ്ങനെയാണ്. പിന്നെ അനീഷിൻ്റെ ഒരു ഇത് അനീഷ് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എനിക്കും വോട്ട് ചെയ്യണം എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക ക്യാമറയ്ക്ക് മുമ്പിൽ ഡയറക്റ്റ് ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നത് കണ്ടു. എന്തായാലും ബിഗ് ബോസ് അത് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യില്ല, അത് കൗണ്ടും ചെയ്യില്ല അനീഷിൻ്റെ വോട്ടുകൾ. പക്ഷെ എന്നാലും അനീഷിൻ്റേതായിട്ടുള്ള ഒരു സമാധാനത്തിന് അങ്ങനെ ക്യാമറയിൽ വിളിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം എല്ലാവരും വോട്ട് ചെയ്യുമ്പോൾ ആളുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻസ് എന്തെങ്കിലും പറയണ്ട, അപ്പോൾ ആളങ്ങനെ പറഞ്ഞു. അത് ബിഗ് ബോസ് അത് അങ്ങനെ തന്നെ കണ്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇന്നലെ കണ്ടത്. പിന്നെ ചെറിയ ടാസ്കുകൾ, എന്താ പറയുക, ചെറിയ ഇഷ്യൂസും കാര്യങ്ങളും. ഈ പറഞ്ഞ പോലെ മസ്താൻ എനിക്ക് തോന്നുന്നു കുറച്ച് ഒതുങ്ങിയതുപോലെ തോന്നി ലാലേട്ടൻ്റെ എപ്പിസോഡിന് ശേഷം. അത്ര വലിയൊരു സ്ക്രീൻ സ്പേസ് ഇന്നലെ മസ്താനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അനുമോൾക്കാണെങ്കിലും അത്രയ്ക്ക് നമ്മൾ കണ്ടില്ല. പിന്നെ നമ്മൾ വേറൊന്ന് കണ്ടത് ഈ പറഞ്ഞ പോലെ ലക്ഷ്മിയുടെ ആ ഡ്രസ്സ് ആര്യൻ എടുത്ത് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ മെയിനായി കണ്ടത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പ്രൊമോ കണ്ടിരുന്നു. നമ്മുടെ അഖിൽ മാരാറും അതേപോലെ അഭിഷേകും പിന്നെ ഒരാളും കൂടെ വരുന്നുണ്ട്, എന്താ പറയുക, വീക്കെൻഡ് ആദിലോട്ട്. അപ്പോൾ അത് നമ്മൾ പ്രൊമോ കണ്ടിരുന്നു. അപ്പം മിക്കവാറും എന്താ പറയുക ഇന്നത്തെ എപ്പിസോഡ് അതൊക്കെയായിരിക്കും. അപ്പോൾ അവരോരോ ടാസ്കൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്കത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.